എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ കൊട്ടിഘോഷിക്കുന്ന നിക്ഷേപ സമാഹരണത്തിന് മുമ്പ് തന്നെ ഒരു വൻ കുത്തക വ്യവസായം തുടങ്ങാനായിട്ട് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, നമ്മുടെ ഒയാസിസ് ബ്രൂവറീസാണ്. പാലക്കാട്ട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കുള്ള ഒത്താശകളെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു. അവരെല്ലാവരും കാണേണ്ട പോലെയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ വ്യവസായം വരത്തില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ കണക്ക് ആപ്പാട് വരുന്നത് ഈ മദ്യ കമ്പനിയാണ്. അപ്പം എല്ലാ തുറകളിൽ നിന്ന് ഇതിന് എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷേ CPM മുഖ്യമന്ത്രിയും ഈ പദ്ധതിയുമായിട്ട് എന്തായാലും മുന്നോട്ട് പോകുമെന്നുള്ള വാശിയിലാണ്. CPI ഈ കഴിഞ്ഞ ഇടവരെ ഇതിനെ എതിർത്തിരിക്കുമായിരുന്നു. പൊതുജനങ്ങളുടെ വിദ്വേഷം വിളിച്ചു വരുത്തുന്ന പദ്ധതികളൊന്നും വേണ്ട, അതായത് അത് ഇലക്ഷനിൽ ദോഷമായിട്ട് ബാധിക്കും, ഇത് ജനങ്ങൾ ഈ പദ്ധതിക്ക് എതിരാണെന്നൊക്കെ അവർ ഒരു ഘട്ടം വരെ പറഞ്ഞു നോക്കിയിരുന്നു. പക്ഷേ CPIക്ക് അവരുടെ വാക്കിനൊന്നും ഒരു വിലയില്ലാന്ന് അസംഘടിതമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ സാങ്ഷൻ പോലും വേണ്ട, അതിന് ഈ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് നിയമം വരെ മാറ്റി പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒന്നും സാങ്ഷൻ ഇതിനാവശ്യമില്ല. സർക്കാർ അനുമതി കൊടുത്താൽ എവിടെ വേണമെങ്കിലും ആർക്കും വ്യവസായം തുടങ്ങാമെന്നൊക്കെയുള്ള ഭേദഗതിയൊക്കെ വരുത്തി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇത് CPIയെ CPI വഴങ്ങിയോ പുഴുങ്ങിയോ അല്ലെങ്കിൽ എന്താ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ ഏതായാലും ഒരു കുപ്പിയിലടച്ചു പിണറായിക്ക് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്നൊരു പഴമയുണ്ട് എന്ന് പറയുന്ന കണക്കാണ് CPIയുടെ കാര്യം. ഇവർ കുറേ ചാടി നോക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും കുറച്ച് ചാടി നോക്കും. പക്ഷേ പിണറായി ഒന്ന് കണ്ണുരുട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവർ നേരെ അടങ്ങി പഞ്ചപുച്ഛം അടക്കി നിൽക്കും. പണ്ടേ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു CPM. ഇപ്പോൾ ശരിക്കും ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നെ വെറുതെ എന്തിനാണ് ഇവർ ഈ ഓരോ പദ്ധതികൾ വരുമ്പോഴത്തേക്ക് എതിർക്കാനായിട്ട് ഇങ്ങനെ ഗോഗോവിളിയായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ CPIയെ ഇപ്പോൾ കുപ്പിയിൽ അടച്ചിരിക്കുന്ന ഈ പിണറായിയുടെ ഈ ഒടിയൻ വിദ്യയെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. എല്ലാവരും മാക്സിമം സഹകരിച്ച് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ കൂട്ടിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഒടിയൻ വിദ്യയ്ക്ക് മന്ത്രവാദി മന്ത്രം ജപിക്കുകയാണ്. CPI ബിനോയ് വിശ്വത്തിനെ ഈ ഈ കുപ്പിയിൽ അടച്ചിരിക്കുകയാണ്, മദ്യക്കുപ്പിയിൽ. ഇവിടെ നമ്മുടെ ഗോവിന്ദൻ മാഷുണ്ട്, ഇവിടെ രാജീവുണ്ട്, വ്യവസായ മന്ത്രി. അപ്പോൾ ഗംഭീരമായ പൂജകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം CPIയെ കുപ്പിയിലാക്കുന്ന മന്ത്രവിദ്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലൊക്കെ വെറുതെ നോക്കുകുത്തിയായിട്ടിരിക്കാനേ ഈ CPIക്ക് കഴിയുന്നുള്ളൂ. പക്ഷേ ഇവർ ഇറങ്ങി വന്നിട്ട് ഭയങ്കര ഗോഗോവിളിയൊക്കെ നടത്തും. ഞങ്ങൾ എല്ലാത്തിനും എതിരാണ്, ജനങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവർക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഈ കുപ്പിയിൽ അടക്കുകയാണ്. ഇനി നമുക്ക് ഈ കുപ്പിയിൽ അടച്ചു വച്ചിരിക്കുന്ന ബിനോയ് വിശ്വത്തിനെയാണ് കാണേണ്ടത്, വരയ്ക്കുന്നത്.
അത് നമുക്ക് എഴുതാം. കയറ് കുപ്പിയിൽ ബിനോയ് കുട്ടിച്ചാത്ത എന്ന് പറയും. അപ്പോൾ നമ്മുടെ അപ്പം ഗോവിന്ദൻ മന്ത്രം ചൊല്ലുവാണ്. ഓം AI ആയ നമ. മറ്റേ രാജേഷ് പറയുന്നത് ഓം ബ്രൂവറിയായ നമ. അപ്പോൾ ഇതാണ് കാർട്ടൂൺ. ഇതാണ് നമുക്ക് ഇതിൻ്റെ റഫ് ഈ പെൻസിൽ സ്കെച്ചൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം.